നമസ്കാരം. ആത്മീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അനിഴം നക്ഷത്രത്തെ ജനിച്ചവരുടെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അപ്രതീക്ഷിതങ്ങളായ പലവിധ പരിവർത്തനങ്ങളോടും മല്ലിട്ട് ജീവിക്കുന്നവരായിരിക്കും. ശരിയായ അച്ചടക്കത്തോടു കൂടി ഏത് കാര്യവും കൈകാര്യം ചെയ്യാനുള്ള നയവും സാമർഥ്യവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. എന്നാൽ വിഷാദാത്മകമായ ഒരു പ്രകൃതമായിരിക്കും അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുക. ഇവർക്ക് മനസ്വസ്ഥത വളരെ കുറവായിരിക്കും. ഒരു നിസ്സാര കാര്യം ഇവർക്ക് വന്നുകൂടിയാൽ പിന്നെ ഇത് ചിന്തിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും. എങ്കിലും ഇവർ വലിയ വൈരാഗ്യ ബുദ്ധിയും സന്ദർഭം കിട്ടിയാൽ പ്രതികാരം ചെയ്യുന്നവരുമാണ്. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനു വേണ്ടിയും ഇവർ നന്നായി ബുദ്ധിമുട്ടുന്നവരാണ്. എങ്കിലും അവസാനം ഒരു തടസ്സമാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അനിഴ നക്ഷത്രക്കാരെ അനുഭവദോഷികളെന്ന് പറയാറുണ്ട്. ഇവർക്ക് ഒരു കാര്യത്തിലും പിന്തിരിയാനുള്ള മനസ്സില്ല. കഠിനമായ പ്രയത്നവും കുറഞ്ഞ പ്രതിഫലമാണ് ഇവർക്ക് സാധാരണയായിട്ട് കിട്ടാറുള്ളത്. ബിസിനസ്സിൽ ഇവർ നന്നായി ശോഭിക്കും. അധികാരികളുടെ പ്രീതിയും മതിപ്പും ഇവർക്ക് കിട്ടാറുണ്ട്. സഹോദരങ്ങളെ കൊണ്ടോ കുടുംബജനങ്ങളെ കൊണ്ടോ വലിയ പ്രയോജനമൊന്നും ഇവർക്ക് ഉണ്ടാകാറില്ല. അനിഴ നക്ഷത്രക്കാരായ ആളുകൾക്ക് നല്ല ഈശ്വരഭക്തിയും ഈശ്വരസ്മരണയും ഉണ്ടായിരിക്കും. ആരോടും ദീർഘകാല സൗഹൃദം ഉണ്ടായിരിക്കുകയില്ല. എപ്പോഴും ഇവർ ഒരു നിസ്സഹായ ഭാവത്തോടെ ഇരിക്കുന്നവരാണ്. എങ്കിലും അനിഴ നക്ഷത്രക്കാർ ശുദ്ധഗതിക്കാരാണ്. ഇവർക്ക് ഈശ്വരഭക്തിയും ശുഭാപ്തി വിശ്വാസവും കൂടുതലാണ്. ആലോചനാശൂന്യമായ പ്രവൃത്തിയും എന്നും വന്നുകൊള്ളട്ടെ എന്ന പ്രകൃതവുമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഇവർക്കുണ്ടാകാറുണ്ട്. മാതാപിതാക്കളെ കൊണ്ട് വലിയ ഗുണം അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാറില്ല. ഈ നക്ഷത്രക്കാർ സ്വദേശവും സ്വന്തം ഭവനവും വിട്ട് അന്യദേശങ്ങളിൽ താമസിക്കുന്നവരായിട്ടാണ് കാണപ്പെടുന്നത്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. സ്വഭാവ ഗുണവും മനസ്സിനിണങ്ങിയതുമായ ഭാര്യമാരെ ഈ നക്ഷത്രക്കാർക്ക് കിട്ടാറുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഇവർ അനുഗ്രഹീതരാണ്. ശ്വാസകോശ രോഗം, ദന്തരോഗം, കൂടെ വരുന്ന ജലദോഷം എന്നിവയാണ് ഇവരെ ഉപദ്രവിക്കുന്ന രോഗങ്ങൾ. സ്വന്തം ആരോഗ്യത്തിൽ ഇവർ തീരെ ശ്രദ്ധിക്കാറില്ല. 17 വയസ്സ് മുതൽ സ്വന്തം കാര്യം നോക്കി നടക്കുന്നൊരു സ്വഭാവമാണ് ഇവരിൽ കാണുന്നത്. 17നും 48 വയസ്സിനുമിടയിൽ പലവിധ പരിവർത്തനങ്ങളും ഉണ്ടാകാറുണ്ട്. ജയപരാജയങ്ങൾ മാറി വരാറുണ്ട്. 48ന് ശേഷമാണ് സ്വന്തവും ശാശ്വതവുമായ ഒരു ജീവിതം അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. ഇനി അനിഴ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കും. അഹങ്കാരികളായിരിക്കുകയില്ല ഈ നക്ഷത്രക്കാർ. അനിഴ നക്ഷത്രക്കാർക്ക് ആയ സ്ത്രീകൾക്ക് പ്രസന്നമായ മുഖഭാവം ഇവരുടെ പ്രത്യേകതയാണ്. ആഡംബരത്തിലും ഇവർക്കൊരു താല്പര്യമുണ്ടാകാറില്ല. ഗുരുഭക്തിയും പതിഭക്തിയും വളരെ കൂടുതലാണ് ഈ സ്ത്രീകൾക്കുണ്ടാവുക. കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്നവരാണ് അനിഴ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ. ഇവരുടേത് ഒരു മാതൃകാപരമായ ജീവിതമായിരിക്കും. ഇനി ഈ നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. മൂലം, ഉത്രാടം, അവിട്ടം, മകീര്യം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അനിഴം, ഉത്രട്ടാതി, പൂയം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം, പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉചിതമാണ്. ശനി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ശാസ്താക്ഷേത്രം, ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുക ഇവ വളരെ ഉചിതമായി കാണാറുണ്ട്. അനിഴവും ശനിയാഴ്ചയും ചേരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുന്നതും ഉത്തമമാണ്. രാശ്യാധിപൻ ചൊവ്വയാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ശുഭകരമായി കാണുന്നു. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഭജിക്കുന്നത് വളരെ ഉത്തമമുള്ള കാര്യമാണ്. കടും നീല, ചുവപ്പ് എന്നീ നിറങ്ങൾ അനുകൂലമായി കാണുന്നു. നക്ഷത്ര ദേവത മിത്രൻ. ഈ ദേവതയുടെ മന്ത്രം നിത്യവും ജപിക്കുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് വളരെ ഉചിതമായി കാണുന്നു. മന്ത്രം ഇതാണ്: ഓം നമോ മിത്രസ്യ വരുണസ്യ ചക്ഷസേ
മഹാദേവായ തദൃതം സപര്യതം ദുരതൃംശേ ദേവജാതായ കേതവേ ദിവസ്പുത്രായ സൂര്യായ സംസദ ഓം മിത്രായ നമഃ. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം മാൻ, വൃക്ഷം ഇലഞ്ഞി, ദേവഗണം, സ്ത്രീയോനി, പക്ഷി, കാക്ക, ഭൂതം, അഗ്നി. അടുത്ത ദിവസം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ഓക്കെ, ശുഭം.